കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ പുരോഗമിക്കുന്നു. എഐസിസി നിരീക്ഷകർ ഇന്ന് തിരുവനന്തപുരത്തെത്തും. മുതിർന്ന നേതാക്കളായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും എംഎൽഎമാരെ നേരിൽ കണ്ട് അഭിപ്രായം തേടും. നാളെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗവും ചേരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നു. ഒപ്പം ഡൽഹിയിൽ നിന്ന് അർജുൻ പീതാംബരനും. ആദ്യം വിനേഷിലേക്ക്. വിനേഷ്, ഇന്ന് രാത്രിയോടുകൂടി ഈ ഹൈക്കമാൻഡ് നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തുകയാണ്. ഓരോ എംഎൽഎമാരുമായും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തുന്നു, അവരുടെ അഭിപ്രായങ്ങൾ തേടുന്നു. എന്നാലും ഈ നടപടിക്രമങ്ങൾ എവിടെ കൊണ്ടും പൂർത്തിയാകില്ലല്ലോ അല്ലേ? ഗോകുൽ, സൂര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും തിരക്കിട്ട ആലോചനകൾ തന്നെയാണ് കോൺഗ്രസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ തിരുവനന്തപുരത്തുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഇന്ന് ഡൽഹിയിലെത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ആദ്യം വി.ഡി. സതീശൻ പോകുമെന്നായിരുന്നു വിവരം. ഇന്നലെ രാത്രിയോടുകൂടിയാണ് രമേശ് ചെന്നിത്തല കൂടി അവിടെ എത്തും എന്നറിയുന്നത്. പ്രധാനമായും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, ഇന്നലെയും ഇന്നുമൊക്കെ ഇന്ന് നടക്കാനിരിക്കുന്ന ചർച്ചകൾ മുഖ്യമന്ത്രിയുടെ മാത്രമല്ല മറ്റു മന്ത്രിമാരുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനമുണ്ടാവും. അതിനുള്ളൊരു ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടൂർ പ്രകാശ് എം.പി. ഉൾപ്പെടെയുള്ള നേതാക്കളും അതുപോലെ എം.എം. ഹസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തിരുവനന്തപുരത്ത് തമ്പടിച്ച് തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം അടുത്ത ദിവസം തന്നെ ഉണ്ടായേക്കും. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഹൈക്കമാൻഡാണ് എടുക്കേണ്ടത്. മറ്റു മന്ത്രിമാരുടെ കാര്യത്തിലും ഹൈക്കമാൻഡ് തീരുമാനം എടുക്കണമെങ്കിൽ പോലും ഇവിടെ നിന്ന് ഏകദേശം ഒരു ധാരണയായ ശേഷം ഹൈക്കമാൻഡിനെ അറിയിക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു തിരക്കിട്ട ചർച്ചകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നിരീക്ഷകർ ഇന്ന് എത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്തും. നാളെ നിയമസഭാ കക്ഷി യോഗം നടക്കുന്നുണ്ട് കോൺഗ്രസിന്റെ. ഇതിൽ കൃത്യമായൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് അറിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ളൊരു പ്രതിസന്ധി നമുക്കറിയാം ഉണ്ട് നിലവിൽ കോൺഗ്രസിൽ. അതിൽ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും 3 പേരാണുള്ളത്. ഇതിൽ ആർക്കാണ് നറുക്ക് വീഴുക എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ തീരുമാനം പോലിരിക്കും. എന്തായാലും ഇന്നലെ വി.ഡി. സതീശന് വലിയ സ്വീകരണമെല്ലാം നാട്ടിൽ ലഭിച്ചത് നമ്മൾ കണ്ടതാണ്. കെ.സി. വേണുഗോപാലും അത്തരത്തിലുള്ള ഡൽഹിയിലെത്തുമ്പോൾ അദ്ദേഹത്തിനും ചെറിയ തോതിലാണെങ്കിൽ പോലും സ്വീകരണം ലഭിച്ചിരുന്നു. രമേശ് ചെന്നിത്തലയും അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു സ്വീകരണ പരിപാടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വരും ദിവസങ്ങളിൽ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ഗോകുൽ, സൂര്യ. ശരി, വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഡൽഹിയിൽ അർജുനിലേക്കാണല്ലേ? അതെ, കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായിരിക്കെ തന്നെ എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ വി.ഡി. സതീശൻ എന്നിവരാണ് ഈ 3 പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഇന്ന് ഡൽഹിക്ക് തിരിക്കുകയാണ്. അവിടെ എന്തായാലും നിർണായകമായ ചർച്ചകളൊക്കെ തന്നെയാണുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഡൽഹിയിൽ നിന്ന് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അർജുൻ? സൂര്യ, ഗോകുൽ, ഈ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ഇപ്പോഴെന്തായാലും ഒരു ഔദ്യോഗിക സ്വഭാവം വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളെ എഐസിസി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുകുൾ വാസ്നിക്കിനെയും അതുപോലെ തന്നെ കോൺഗ്രസ് ട്രഷററായിട്ടുള്ള അജയ് മാക്കനെയും നിരീക്ഷകരായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 പേരും ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നു. വലിയ കൂടിയാലോചനകൾ, ചർച്ചകളെല്ലാം തന്നെ നടക്കാൻ പോവുകയാണ്. നാളെ ഇപ്പോൾ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം ചേരുമ്പോൾ അതിൽ ഒറ്റവരി പ്രമേയമാണ് ഈ ഒരു മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡിന് തീരുമാനമിടുന്ന ഒറ്റവരി പ്രമേയമാണ് പാസ്സാക്കുന്നതെങ്കിൽ പോലും അവിടെ എംഎൽഎമാരുമായി ഒറ്റയ്ക്കൊറ്റയ്ക്കും അതുപോലെ തന്നെ ഒരുമിച്ചും ഇരുന്ന് ചർച്ച നടത്തുക, അവരുടെ എല്ലാം തന്നെ അഭിപ്രായം തേടുക, ആ അഭിപ്രായം പിന്നീട് ഹൈക്കമാൻഡിനെ അറിയിക്കുക എന്നുള്ളതാണ് ഈ ഒരു നിരീക്ഷകരുടെ ചുമതല. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡൽഹിയിലെ ചർച്ചകൾ ഇനി അടുത്ത ദിവസങ്ങളിൽ പുരോഗമിക്കാൻ പോകുന്നതും. ആരായിരിക്കും ഈ ഫ്രണ്ട് റണ്ണേഴ്സിൽ 3 പേരായിട്ടുള്ള ഫ്രണ്ട് റണ്ണേഴ്സിൽ ആരായിരിക്കും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുക. അതിന് മുന്നോടിയായി മുതിർന്ന നേതാക്കൾ ഡൽഹിയിലേക്ക് ഇന്ന് തന്നെ എത്തുന്നു. നോക്കൂ, നാളെ CLP മീറ്റിംഗ് ആണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അതിന് മുൻപേ തന്നെ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. ഇവരെത്തിയ ശേഷം നേതാക്കളുമായി ഹൈക്കമാൻഡിലെ നേതാക്കളുമായിട്ടെല്ലാം തന്നെ ചർച്ച നടത്തുമെന്നുള്ള കാര്യം തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കെ.സി. വേണുഗോപാൽ ഇപ്പോൾ തന്നെ ഡൽഹിയിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിലേക്കുള്ള ഫ്രണ്ട് റണ്ണേഴ്സ് 3 പേരും ഡൽഹിയിൽ ഉണ്ടാകുന്നു. അവർ 3 പേരുമായി ഒറ്റയ്ക്കും അതല്ലാതെയും ഹൈക്കമാൻഡിനെ കാണുന്നു.
മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പിന്തുണ അവകാശമെല്ലാം തന്നെ അറിയിക്കുക, അത് വ്യക്തമാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവരുടെ സന്ദർശനത്തിന്റെ അജണ്ടയിലുള്ളത്. അതിനപ്പുറത്തേക്ക് നാളെ നിയമസഭാ കക്ഷി യോഗം ചേരും. അവിടെ MLA-മാർ ഒരു പ്രമേയം പാസ്സാക്കുന്നു. പിന്നീട് ഹൈക്കമാൻഡ് ആര് ആകണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്നു. എന്തായാലും ഈ നിരീക്ഷകരുടെ ഒരു സാന്നിധ്യം, അവരുടെ ഉത്തരവാദിത്വം വളരെ നിർണായകമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഡൽഹിയിൽ വെച്ച് ഇന്ന് നടക്കാൻ പോകുന്ന കൂടിയാലോചനകൾ വളരെ നിർണായകമായിരിക്കും. ആരാണ് മുഖ്യമന്ത്രിയായി എത്തുക എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ചും എല്ലാ MLA-മാരുടെയും പിന്തുണ തേടേണ്ടതുണ്ട്. അത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ എല്ലാം തന്നെ അവർ വർഷങ്ങളായി ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നടപടിക്രമത്തിന്റെ ഭാഗം തന്നെയാണ്. ഒപ്പം തന്നെ ഈ അജയ് മാക്കനെ പറ്റിയും അതുപോലെ തന്നെ മുകുൾ വാസ്നിക്കിനെ പറ്റിയും സംസാരിക്കുകയാണെങ്കിൽ ഇതിനു മുൻപും പല സംസ്ഥാനങ്ങളിൽ നിരീക്ഷകരായി പോയിട്ടുള്ളവരാണ്. അവിടെയെല്ലാം സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. കൃത്യമായി MLA-മാരുടെ മനസ്സറിയുന്നു. അതിനുശേഷം ഹൈക്കമാൻഡിനെ വിവരം അറിയിച്ച് പിന്നീട് ഡൽഹിയിലെ കൂടിയാലോചനകൾക്ക് ശേഷം ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. അതിനൊപ്പം ഈ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും എല്ലാം തന്നെ എടുക്കുന്ന തീരുമാനത്തിനൊപ്പം കോൺഗ്രസിന്റെ മറ്റ് ഘടകകക്ഷികൾ, UDF-ലെ ഘടകകക്ഷികളും ഒപ്പം നിൽക്കുമെന്നുള്ള കാര്യം തന്നെ ഉറപ്പാണ്. അക്കാര്യത്തിൽ എന്തായാലും നമുക്കൊരു 5 ദിവസത്തിനകം തന്നെ അല്ലെങ്കിൽ ഒരാഴ്ചക്കകം തന്നെ ഒരു തീരുമാനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി വരും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഡൽഹിയിൽ നിന്ന്. ശരി, എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്തു നിന്നൊപ്പം അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നുമാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ദിവസങ്ങൾക്കകം തന്നെ മുഖ്യമന്ത്രി അറിയാം. പക്ഷേ ഇന്നൊന്നും അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നത് ഉറപ്പാണ്. അപ്പോൾ MLA-മാരുടെ അഭിപ്രായത്തിന് അപ്പുറത്ത് ഹൈക്കമാൻഡിന്റെ ഒരു കൂടി അറിയുന്ന ഒരു മന്ത്രി കൂടി ആവട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. സ്വാഭാവികമായും കേരളത്തിൽ നടക്കുന്ന ഈ ഫ്ലെക്സ് യുദ്ധത്തിനൊക്കെ അപ്പുറത്തേക്ക് MLA-മാരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നിർണായകമാവും. ഒപ്പം ഘടകകക്ഷികൾ മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള അഭിപ്രായവും ഒരുപക്ഷെ ഹൈക്കമാൻഡ് തേടിയേക്കാം എന്നതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു രണ്ടുപേരെ അനുനയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടി വലിയ ബാധ്യതയോടുകൂടി ഹൈക്കമാൻഡ് മേൽ വന്നു ചേരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.